മറ്റൊരു സഹോദരിയോട് സംശയമുള്ളത് അവരുടെ ഭർത്താവ് പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തത്തിനൊക്കെ പോകുമ്പോൾ അവർ മുട്ടിന് മുകളിലെ ചെറിയ ഷോർട്ട് ട്രൗസർ പോലെയുള്ള സാധനം ഉപയോഗിച്ച് പോകണം. അപ്പോൾ അത് പറയുമ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കുമ്പോൾ പിന്നെ അയാളതൊരു തെറ്റായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല. അതൊന്നും തെറ്റല്ല, ഇനിയാണെങ്കിൽ ചെറിയൊരു തെറ്റാണ്. അപ്പോൾ ഇവർക്കൊരു ആശങ്ക, മക്കളൊക്കെ വളർന്നു വലുതാകുന്നു, അവരിത് കണ്ടിട്ടല്ലേ ചെയ്യണത്, വാപ്പ കാണിക്കണേനല്ലേ മക്കളും കാണാം. അപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല എന്നുള്ളത് ഇവർക്കും അത് ബോധ്യപ്പെടാതെ പോകും. അപ്പോൾ വലിയ ആശങ്കയിലാണ് മക്കൾ. എന്താവും, ഇയാൾ എങ്ങനെയാണ് ഇതൊന്ന് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു സംശയമാണ് അവർക്കുള്ളത്. വളരെ ഗുരുതരമായൊരു തെറ്റാണ് അയാൾ ചെയ്യുന്നത്. കാരണം ഇസ്ലാമികമായി നമ്മൾ പറയുമ്പോൾ ഈ ഫഹദ് നമ്മുടെ ഈ തൊടാന്നുള്ളത് ഔറത്താണ്, അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ അയാൾ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, പാൻസ് പോലെ ഇറങ്ങി നിൽക്കുന്ന ഗൗരവമായ തെറ്റ്, മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കുന്ന വസ്ത്രം അയാൾ എന്ത് ചെയ്യണം, ധരിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ ഒരു പുതിയ സംസ്കാരമായി വരിക. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രൗസർ ഇട്ട് കിടക്കണ വലിയൊരാളെ കാണാൻ കഴിയും. ഒരു ചെറിയൊരു പ്രായത്തിലൊക്കെ ചിലപ്പോൾ ട്രൗസർ ഇട്ട് കണ്ടും ഒരു മുതിർന്ന ഒരാൾ ട്രൗസർ ഇട്ട് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു പരിഷ്കാരമായ ആളുകൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഹുദു സീനത്തക്കും എന്നാണ്, അതായത് വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദം നിങ്ങളുടെ സീനത്തിന് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. നമ്മുടെ ഒരു അലങ്കാരമാണെന്ത് വസ്ത്രം. അപ്പോൾ വസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണ്, നഗ്നത മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നഗ്നത മറയാത്ത ഒരു വസ്ത്രവും വസ്ത്രമല്ല. ഇസ്ലാമികമായി നമുക്ക് അതിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മാന്യതയാണ് വസ്ത്രത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഒരു നല്ല മുതിർന്ന ഒരാൾ, ഒരു മാന്യനായ ഒരാൾ ഇങ്ങനെ ട്രൗസർ ഇട്ട് കിടക്കുമ്പോൾ എന്തൊരു മാന്യതയാണുള്ളത്. നമുക്ക് ഭവിച്ച സംഗതി നമ്മുടെ വാപ്പയെ ആരെങ്കിലും ഒക്കെ ട്രൗസർ ഇട്ട് കിടക്കണത് നമുക്ക് ഒരു ഭാവനയിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു മാന്യത ഇല്ലാത്ത പരിപാടിയാണ്. പിന്നെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് ലക്ഷ്യങ്ങൾ അവിടെ നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഉദ്ദേശം ഈ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അയാൾ ആ ട്രൗസർ അയച്ച് എന്ത് ചെയ്യണം, ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പാൻസോ ധരിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു വസ്ത്രത്തിലേക്ക് തിരിച്ചു വരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.